പ്രിയപ്പെട്ടവരെ, HSI സോഷ്യൽ സയൻസിൻ്റെ മൊഡ്യൂൾ 1 പാർട്ട് ബി വേൾഡ് ഹിസ്റ്ററി പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഈ സിവിലൈസേഷനെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രീക്കോ റോമൻ സിവിലൈസേഷനെ കുറിച്ചാണ് നോക്കാനുള്ളത്. പുരാതന ഗ്രീക്കോ റോമൻ നാഗരികതയെക്കുറിച്ച് മൊത്തമായിട്ടൊന്ന് നോക്കാം, പിന്നീട് നമുക്ക് പോയിന്റ് വൈസ് പറയാം. ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളുടെ സംയോജനമായിട്ടുള്ള ഗ്രീക്കോ റോമൻ നാഗരികത പുരാതന ഗ്രീസിൻ്റെ ആവിർഭാവം മുതൽ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യത്തിൻ്റെ പതനം വരെ നീളുന്ന ചരിത്രമാണ്. അപ്പോൾ പാശ്ചാത്യ നാഗരികതയെ അഗാധമായിട്ട് രൂപപ്പെടുത്തിയ രാഷ്ട്രീയ, ദാർശനിക, കലാപരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളാൽ അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടമായിരുന്നു ഗ്രീക്കോ റോമൻ നാഗരികതയുടെ കാലഘട്ടം. ഗ്രീക്ക് ക്ലാസിക്കൽ കാലഘട്ടം എന്ന പേരിൽ ഈ കാലഘട്ടത്തെ അറിയപ്പെടുന്നുണ്ട്. മഹാനായ അലക്സാണ്ടറുടെ വിജയങ്ങളെ തുടർന്നുള്ള ഹെലനിസ്റ്റിക് കാലഘട്ടം, റോമൻ റിപ്പബ്ലിക്കുകളും സാമ്രാജ്യവും എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ. ഈ കാലഘട്ടത്തിൽ ജനാധിപത്യത്തിൻ്റെ ഉയർച്ച, സ്റ്റോയിസിസം, എപ്പിക്യൂറിയനിസം തുടങ്ങിയ സ്വാധീനമുള്ള ദാർശനിക സ്കൂളുകൾ, ഗണിതശാസ്ത്രത്തിലെയും ശാസ്ത്രത്തിലെയും പുരോഗതി, വാസ്തുവിദ്യയുടെ വികസനം, ഇവയൊക്കെ തന്നെ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. പുരാതന ഗ്രീസിൽ ക്രിസ്തുവിന് മുമ്പ് 800 to 323 BC വരെയുള്ള കാലഘട്ടത്തിൽ നഗരരാഷ്ട്രങ്ങളുടെ ഉയർച്ചയുണ്ടായി. ഏതൻസിലെ ജനാധിപത്യ തത്വങ്ങൾ വികസിച്ചു. ഭൗതികവും കലാപരവുമായ അഭിവൃദ്ധിക്ക് ഗ്രീസ് സാക്ഷ്യം വഹിച്ചു. ഹെലനിസ്റ്റിക് കാലഘട്ടം എന്ന് പറഞ്ഞാൽ 323 BC മുതൽ 30 BC വരെയുള്ള കാലഘട്ടമാണ്. മഹാനായ അലക്സാണ്ടറുടെ വിജയങ്ങളെ തുടർന്ന് ഗ്രീക്ക് സംസ്കാരം ഒരു വിശാലമായ സാമ്രാജ്യത്തിലുടനീളം വ്യാപിക്കുകയും ഗ്രീക്ക്, പേർഷ്യൻ, മറ്റ് സ്വാധീനങ്ങളുടെ മിശ്രണത്തിലേക്ക് അത് വഴിയെത്തിക്കുകയും ചെയ്തു. റോമൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് 509 BC മുതൽ 27 BC വരെയുള്ള കാലഘട്ടമാണ്. അധിനിവേശത്തിലൂടെയും സൈനിക ശക്തിയിലൂടെയും റോമൻ റിപ്പബ്ലിക് അതിൻ്റെ സ്വാധീനം വിപുലീകരിക്കുകയും സങ്കീർണമായ ഒരു രാഷ്ട്രീയ സംവിധാനം സ്ഥാപിക്കുകയും ചെയ്തു. BC 27 മുതൽ 476 CE വരെയുള്ള കാലഘട്ടം റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടമാണ്. വ്യാപാരം, അടിസ്ഥാന സൗകര്യ വികസനം, റോമൻ നിയന്ത്രണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വ്യാപനം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് റോമിൻ്റെ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതിയിലെത്തിയ കാലഘട്ടമാണിത്. ഗ്രീക്കോ റോമൻ നാഗരികതയുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഏത് രീതിയിലുള്ളതായിരുന്നു? ഗ്രീക്കുകാർ ഏകാധിപത്യം, രാജവാഴ്ച, ജനാധിപത്യം എന്നിവ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ഗവൺമെൻറ്റുകളെ പരീക്ഷിച്ചിട്ടുണ്ട്. അതേസമയം റോം ഒരു റിപ്പബ്ലിക്കും പിന്നീട് ഒരു സാമ്രാജ്യവും ആയിട്ട് വികസിക്കുകയാണ് ചെയ്തത്. ഇവിടെ തത്വശാസ്ത്രത്തെക്കുറിച്ച് നോക്കുമ്പോൾ പ്ലാറ്റോയെയും അരിസ്റ്റോട്ടിനെയും പോലെയുള്ള തത്വചിന്തകർ പാശ്ചാത്യ ദാർശനിക ചിന്തയെ രൂപപ്പെടുത്തി ധാർമ്മികത, രാഷ്ട്രീയം, അറിവ് എന്നിവയുടെ ആശയങ്ങൾ വളർന്നു വന്നു. ശാസ്ത്രവും ഗണിതവും നോക്കുമ്പോൾ യൂക്ലിഡ്, ആർക്കിമിഡീസ്, ടോളമി തുടങ്ങിയ വ്യക്തികൾ ജ്യാമിതി, ഭൗതികശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയിൽ കാര്യമായുള്ള സംഭാവനകൾ നൽകി. കലയുടെയും വാസ്തുവിദ്യയുടെയും മേഖലയിൽ പ്രധാനപ്പെട്ടവയാണ് ശില്പങ്ങൾ, ക്ഷേത്രങ്ങൾ, ആംഫി തിയേറ്ററുകൾ എന്നിവ. ഇവയെല്ലാം തന്നെ ഐതിഹാസികമായ സൃഷ്ടികളായിരുന്നു. സാഹിത്യത്തിൻ്റെയും ഭാഷയുടെയും മേഖലയിൽ ഹോമർ, സോഫോക്ലീസ്, വിർജില്, സിസേറോ എന്നിവരുടെ കൃതികൾ ഉൾപ്പെടെ ഗ്രീക്ക് റോമൻ സാഹിത്യം പാശ്ചാത്യ സാഹിത്യ പാരമ്പര്യങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. മതത്തിൻ്റെ മേഖലയിൽ നോക്കുമ്പോൾ ഗ്രീസിലും റോമിലും ബഹുദൈവ വിശ്വാസം പ്രബലമായ മതമായിരുന്നു. പക്ഷേ ദാർശനിക ആശയങ്ങളും ക്രിസ്തുമതത്തിൻ്റെ ഉയർച്ചയും ക്രമേണ മതാചാരങ്ങളെ സ്വാധീനിച്ചു. നിയമവും ഭരണവും എങ്ങനെയായിരുന്നു? റോമൻ നിയമം, പ്രത്യേകിച്ച് നീതിയുടെ തത്വങ്ങളും പൗരത്വം എന്ന ആശയവും പാശ്ചാത്യ ലോകത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ കൊണ്ടുവന്നത് റോമൻ നിയമങ്ങളിലായിരുന്നു. ക്ലാസിക്കൽ യുഗം, ക്ലാസിക്കൽ കാലഘട്ടം അല്ലെങ്കിൽ പൗരാണികത എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു കാലഘട്ടം BC 8-ാം നൂറ്റാണ്ടിനും AD 5-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടമാണ്. ഇത് യൂറോപ്യൻ ചരിത്രത്തിലെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമാണ്. പുരാതന ഗ്രീസിലെയും പുരാതന റോമിലെയും പരസ്പര ബന്ധിത നാഗരികതകൾ ഉൾക്കൊള്ളുന്ന ഒരു കാലഘട്ടം. മെഡിറ്ററേനിയൻ തടം കേന്ദ്രീകരിച്ചുള്ള ഗ്രീക്കോ റോമൻ ലോകം, പുരാതന ഗ്രീസും പുരാതന റോമും അഭിവൃദ്ധി പ്രാപിക്കുകയും യൂറോപ്പ്, വടക്കേ ആഫ്രിക്ക, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്ത ഒരു കാലഘട്ടമാണിത്. പരമ്പരാഗതമായിട്ട്
ഹോമറിൻ്റെ രേഖപ്പെടുത്തിയ ആദ്യകാല എപ്പിക് ഗ്രീക്ക് കവിതകളിൽ നിന്ന് ആരംഭിച്ച് AD 476 പടിഞ്ഞാറൻ റോമ സാമ്രാജ്യത്തിൻ്റെ പതനത്തോടെ അവസാനിക്കുന്നതായിട്ട് ഈ കാലഘട്ടം കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഇത്രയും വിശാലമായ വ്യാപനം വ്യത്യസ്തങ്ങളായ നിരവധി സംസ്കാരങ്ങളെയും കാലഘട്ടങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. ഇനി നമുക്ക് ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള മെയിൻ പോയിന്റ്സ് നമുക്ക് പഠിക്കാം. ആവർത്തിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം. എക്സാമിന് മിക്കവാറും ഈ അടുത്ത് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. പുരാതന കാലത്ത് ഗ്രീസ് അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? ഹെല്ലാസ് എന്നായിരുന്നു. പുരാതന കാലത്ത് ഗ്രീസ് ഹെല്ലാസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഗ്രീക്ക് സംസ്കാരത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന സംസ്കാരം ഏതായിരുന്നു? ഏജിയൻ സംസ്കാരമായിരുന്നു. ഗ്രീക്ക് സംസ്കാരത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന സംസ്കാരം ഏജിയൻ സംസ്കാരമാണ്. പ്രാചീന ഇന്ത്യയിൽ യവനന്മാരെന്നാണ് ഗ്രീക്കുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലാസിക്കൽ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരം ഏത് തന്നെയാണ്? ഗ്രീക്ക് സംസ്കാരമാണ്. ഗ്രീക്കിലെത്തിച്ചേർന്ന ആദ്യത്തെ ജനവിഭാഗമായിരുന്നു അയോണിയന്മാർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, പുരാതന കാലത്ത് ഗ്രീസ് ഹെല്ലാസ് എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രാചീന ഇന്ത്യയിൽ യവനന്മാർ എന്ന പേരിലാണ് ഗ്രീക്കുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലാസിക്കൽ സംസ്കാരമെന്നും ഗ്രീക്ക് സംസ്കാരത്തെ അറിയപ്പെട്ടു. ഗ്രീക്കിലെത്തിച്ചേർന്ന ആദ്യത്തെ ജനവിഭാഗം അയോണിയന്മാരാണ്. ഗ്രീക്ക് സംസ്കാരത്തിന് ഗ്രീക്കിലുണ്ടായിരുന്ന മറ്റൊരു സംസ്കാരമായിരുന്നു ഏജിയൻ സംസ്കാരം. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസിനെയാണ്. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ആരംഭ വർഷമെന്നും പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചുവെന്നും കരുതപ്പെടുന്ന വർഷം 776 BC ആണ്. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസിനെയാണ്. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ആരംഭ വർഷമെന്നും പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചുവെന്നും കരുതപ്പെടുന്ന വർഷമാണ് 776 BC. വ്യക്തിവാദത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? സീനോയാണ്. വ്യക്തിവാദത്തിൻ്റെ പിതാവ് ആരാണ്? സീനോ ആണ്. അപ്പോൾ ഗ്രീക്ക് ജനാധിപത്യത്തിൻ്റെ പിതാവ് ആരാണ്? ക്ലീസ്തനീസ് ആണ്. ഗ്രീക്ക് ജനാധിപത്യത്തിൻ്റെ പിതാവ് ക്ലീസ്തനീസ് ആണ്. അഥീനിയൻ ജനാധിപത്യത്തിൻ്റെ പിതാവും ക്ലീസ്തനീസ് തന്നെയാണ്. അപ്പോൾ ഗ്രീക്ക് ജനാധിപത്യത്തിൻ്റെ പിതാവ് ക്ലീസ്തനീസ്, അഥീനിയൻ ജനാധിപത്യത്തിൻ്റെ പിതാവ് ക്ലീസ്തനീസ്, വ്യക്തിവാദത്തിൻ്റെ പിതാവ് സീനോയാണ്. പരിഹാസാത്മക കാവ്യപ്രസ്ഥാനത്തിൻ്റെ പിതാവ് അർക്കിലോക്കസ് ആണ്. പരിഹാസാത്മക കാവ്യപ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആർക്കിലോക്കസ് ആണ്. ഗ്രീക്ക് ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് തെയിൽസ് ആണ്. ഗ്രീക്ക് ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് തെയിൽസ് ആണ്. പ്രസംഗകലയുടെ പിതാവ് ഡയസ്തനീസ് ആണ്. പ്രസംഗകലയുടെ പിതാവ് ഡയസ്തനീസ് ആണ്. ഗ്രീക്ക് ദുരന്ത നാടകങ്ങളുടെ പിതാവ് അക്കിലസ് ആണ് അഥവാ ഇസ്കിലസ് ആണ്. അനാട്ടമിയുടെ പിതാവ് ഹെറോഫിലസ് ആണ്. അനാട്ടമിയുടെ പിതാവ് ഹെറോഫിലസ് ആണ്. അപ്പോൾ നമ്മൾ കുറേ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. പരിഹാസാത്മക കാവ്യപ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആർക്കിലോക്കസ് ആണ്. പരിഹാസാത്മക കാവ്യപ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആർക്കിലോക്കസ് ആണ്. പ്രസംഗകലയുടെ പിതാവ് ഡയസ്തനീസ് ആണ്. അനാട്ടമിയുടെ പിതാവ് ഹെറോഫിലസ് ആണ്. അനാട്ടമിയുടെ പിതാവ് ഹെറോഫിലസ് ആണ്. ഗ്രീക്ക് ദുരന്ത നാടകങ്ങളുടെ പിതാവ് ആക്കിലസ് അഥവാ ഈസ്കിലസ് ആണ്. വ്യക്തിത്വവാദത്തിൻ്റെ പിതാവ് സീനോയാണ്. വ്യക്തിത്വവാദത്തിൻ്റെ പിതാവ് സീനോയാണ്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹിപ്പാർക്കസ് ആണ്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ഹിപ്പാർക്കസ് ആണ്. ഗ്രീക്ക് നഗരങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? പോളീസ് എന്ന പേരിലാണ്. ഗ്രീക്ക് നഗരങ്ങളെ പോളീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം ആദ്യമായി കണ്ടെത്തിയത് ഹിപ്പാർക്കസ് ആണ്. ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തുകയും ബിന്ദു, രേഖ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്ത ഗ്രീക്ക് ചിന്തകനാണ് ഇറാത്തോസ്തനീസ്. ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തുകയും ബിന്ദു, രേഖ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്ത ഗ്രീക്ക് ചിന്തകനാണ് ഇറാത്തോസ്തനീസ്. ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങളാണ് ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത് എന്നിവ. ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങളാണ് ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത് എന്നിവ. ഏഥൻസുകാർക്ക് ആദ്യമായിട്ട് ഒരു നിയമം സംഭാവന ചെയ്തത് ഡ്രാക്കോ ആണ്. ഏഥൻസുകാർക്ക് ആദ്യമായിട്ടൊരു നിയമം സംഭാവന ചെയ്ത വ്യക്തിയാണ് ഡ്രാക്കോ. ഇപ്പോൾ ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങൾ ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത് എന്നിവയാണ്.
ഉയരമുള്ള ഒരു കുന്നിൻ മുകളിൽ നിർമ്മിച്ച കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ ഗ്രീക്ക് നഗര സമുച്ചയങ്ങളെ അക്രോപോളിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉയരമുള്ള ഒരു കുന്നിൻ മുകളിൽ നിർമ്മിച്ച കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളെ അക്രോപോളിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആന്റിഗണി, ഇലക്ട്ര, ഈഡിപ്പസ് എന്നീ ദുരന്ത നാടകങ്ങളുടെ കർത്താവാണ് സോഫോക്ലിസ്. ആന്റിഗണി, ഇലക്ട്ര, ഈഡിപ്പസ് എന്നീ ദുരന്ത നാടകങ്ങളുടെ കർത്താവാണ് ആര്? സോഫോക്ലിസ്. ഹോമർ എഴുതിയ പ്രസിദ്ധ ഗ്രീക്ക് ഇതിഹാസങ്ങളാണ് ഇലിയഡ്, ഒഡീസി എന്നിവ. ഹോമറുടെ പ്രസിദ്ധ ഗ്രീക്ക് ഇതിഹാസങ്ങളാണ് ഏതൊക്കെ? ഇലിയഡും ഒഡീസിയും. ആന്റിഗണി, ഇലക്ട്ര, ഈഡിപ്പസ് എന്നീ ദുരന്ത നാടകങ്ങൾ സോഫോക്ലിസ് എഴുതിയതാണ്. ആദ്യമായിട്ട് ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം നിലവിൽ വന്ന രാജ്യം ഏതൻസ് ആണ്. നിലവിൽ വന്ന ഗ്രീസിലെ സ്ഥലം ഏതൻസ് ആണ്. ആദ്യമായിട്ട് ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം നിലവിൽ വന്ന ഗ്രീസിലെ സ്ഥലം ഏതൻസ് ആണ്. ദി ട്രോജൻ വുമൺ എന്ന പ്രസിദ്ധ നാടകത്തിന്റെ രചയിതാവ് യൂറിപ്പിഡസ് ആണ്. ദി ട്രോജൻ വുമൺ എന്ന പ്രസിദ്ധ നാടകത്തിന്റെ രചയിതാവ് യൂറിപ്പിഡസ് ആണ്. അക്കിലസിന്റെ പ്രസിദ്ധമായ നാടകങ്ങളാണ് പ്രോമിത്യൂസ്, അഗേനോൺ എന്നിവ. അക്കിലസിന്റെ പ്രസിദ്ധമായ നാടകങ്ങളാണ് പ്രോമിത്യൂസ്, അഗേനോൺ എന്നിവ. ആന്റിഗണി, ഇലക്ട്ര, ഈഡിപ്പസ് എന്നീ ദുരന്ത നാടകങ്ങളുടെ കർത്താവാണ് സോഫോക്ലിസ്. ഏതൻസിലെ ആദ്യത്തെ നിയമ പരിഷ്കർത്താവാണ് സോളൻ. ടോളമി എഴുതിയ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ജോഗ്രഫി. ഓസ്ട്രിസിസം അതായത് രാജ്യദ്രോഹികളെ നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമമാണ് ഓസ്ട്രിസിസം. ഈ നിയമം ആവിഷ്കരിച്ചത് ക്ലീസ്തനീസ് ആണ്. ഓസ്ട്രിസിസം അഥവാ രാജ്യദ്രോഹികളെ നാട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമം ആവിഷ്കരിച്ചത് ക്ലീസ്തനീസ് ആണ്. ടോളമി എഴുതിയ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ജിയോഗ്രഫി. ദി ട്രോജൻ വുമൺ എന്ന പ്രസിദ്ധ നാടകത്തിന്റെ രചയിതാവ് യൂറിപ്പിഡസ് ആണ്. ആന്റിഗണി, ഇലക്ട്ര, ഈഡിപ്പസ് എന്നീ ദുരന്ത നാടകങ്ങളുടെ കർത്താവ് സോഫോക്ലീസ് ആണ്. പരിഹാസാത്മക കാവ്യപ്രസ്ഥാനത്തിന്റെ പിതാവ് ആർക്കിലോക്കസ് ആണ്. ഓസ്ട്രിസിസം എന്ന നിയമം ആവിഷ്കരിച്ചത് ക്ലീസ്തനീസ് ആണ്. പെരിക്ലിസിന്റെ കാലത്ത് ഏതൻസ് ഹെല്ലാസിന്റെ പാഠശാല എന്ന പേരിൽ അറിയപ്പെട്ടു. 461 BC-യിൽ ലോകത്തിലെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവായിട്ട് കണക്കാക്കപ്പെടുന്നത് പെരിക്ലേസിനെയാണ്. ലോകത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവായി കരുതപ്പെടുന്നത് പെരിക്ലേസിനെയാണ്. 461 BC-യിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഡോറിക് ശില്പകലയുടെ ഉത്തമ ഉദാഹരണമായ ഒരു നിർമ്മിതിയാണ് ഗ്രീസിലെ പാർത്തിനോൺ ക്ഷേത്രം. ഡോറിക് ശില്പകലയുടെ ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇത് ഗ്രീസിലെ പാർത്തിനോൺ ക്ഷേത്രം. പാർത്തിനോൺ ക്ഷേത്രം പണി കഴിപ്പിച്ച ഏതൻസിലെ രാജാവാണ് പെരിക്ലിയസ്. പാർത്തിനോൺ ക്ഷേത്രം പണി കഴിപ്പിച്ച ഏതൻസിലെ രാജാവാണ് പെരിക്ലിയസ്. ഏതൻസിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പെരിക്ലിയസിന്റെ കാലഘട്ടമാണ്. പാർത്തിനോൺ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ദേവതയാണ് അഥീന. സൈനിക സ്വച്ഛാധിപത്യം നിലനിന്നിരുന്ന ഗ്രീസിലെ ദ്വീപാണ് സ്പാർട്ട. സൈനിക സ്വച്ഛാധിപത്യം നിലനിന്നിരുന്ന ഗ്രീസിലെ ദ്വീപാണ് സ്പാർട്ട. ഏതൻസും സ്പാർട്ടയും തമ്മിൽ നടന്ന യുദ്ധം പെലപ്പനീഷ്യൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. 431 BC മുതൽ 404 BC വരെയാണ് ഏതൻസും സ്പാർട്ടയും തമ്മിൽ പെലപ്പനേഷ്യൻ വാർ നടന്നിട്ടുള്ളത്. പാർത്തിനോൺ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവതയാണ് അഥീന. പാർത്തിനോൺ ക്ഷേത്രം പണി കഴിപ്പിച്ച ഏതൻസിലെ രാജാവ് പെരിക്ലസ് ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതൻസിന്റെ സുവർണ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. 461 BC-യിലാണ് അദ്ദേഹം രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സൈനിക സ്വേച്ഛാധിപത്യം നിലനിന്നിരുന്ന ഗ്രീസിലെ ദ്വീപാണ് സ്പാർട്ട. സൈനിക സ്വേച്ഛാധിപത്യം നിലനിന്നിരുന്ന ഗ്രീസിലെ ദ്വീപാണ് ഇത് സ്പാർട്ട. ഏതൻസും സ്പാർട്ടയും തമ്മിൽ നടന്ന യുദ്ധം പെലപ്പനേഷ്യൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു. 431 BC മുതൽ 404 BC വരെയാണ് ഈ ഒരു യുദ്ധകാലഘട്ടം. 10ാം വാഗ്ദേവത എന്നറിയപ്പെടുന്ന ഗ്രീക്ക് കവയിത്രിയാണ് സാഫോ. 10ാം വാഗ്ദേവത എന്നറിയപ്പെടുന്ന ഗ്രീക്ക് കവയിത്രിയാണ് ആര്? സാഫോ. ഗ്രീക്ക് സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകളാണ് തത്വശാസ്ത്രം, ജീവശാസ്ത്രം, നാടകം, രാഷ്ട്രമീമാംസ, വൈദ്യശാസ്ത്രം എന്നിവിടങ്ങളിൽ നൽകിയ സംഭാവനകൾ. പ്രസിദ്ധരായ ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞരാണ് അനക്സഗോറസും യൂക്ലിഡും. ജിയോമെട്രിയുടെ പിതാവാണ് യൂക്ലിഡ്. യൂക്ലിഡിന്റെ പ്രധാന കൃതിയാണ് എലമെന്റ്സ്. എലമെന്റ്സ്. പ്രസിദ്ധരായിട്ടുള്ള ഗണിതശാസ്ത്രജ്ഞരാണ് അനക്സഗോറസും യൂക്ലിഡും. യൂക്ലിഡിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് എലമെന്റ്സ്. ജിയോമെട്രിയുടെ പിതാവാണ് യൂക്ലിഡ്.
ഇപ്പോൾ 10ാം വാഗ്ദേവത എന്നറിയപ്പെടുന്നത് സാഫോയെയാണ്. ഗ്രീക്ക് ദേവനായ സയോണിസസിന്റെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് രൂപം കൊണ്ട കലാരൂപമാണ് നാടകം. ഗ്രീക്ക് ദേവനായിട്ടുള്ള സയോണിസസിന്റെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് രൂപം കൊണ്ട കലാരൂപമാണ് നാടകം. ഗ്രീക്ക് നാടക അഭിനേതാക്കൾ ധരിച്ചിരുന്ന മുഖം മൂടി പേഴ്സോണ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ പേഴ്സോണ എന്ന പദത്തിൽ നിന്നുമാണ് പേഴ്സണാലിറ്റി എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ഗണിതശാസ്ത്രജ്ഞനാണ് പൈതഗോറസ്. പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ഗണിതശാസ്ത്രജ്ഞനാണ് ആര്? പൈതഗോറസ്. 3ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന മറ്റൊരു മഹത് വ്യക്തിയാണ് ആർക്കിമിഡീസ്. 3ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആർക്കിമിഡീസ്. ഒളിമ്പിക്സിന്റെ ദീപം തെളിയിക്കുന്നത് ഗ്രീസിലെ ഒളിമ്പിക്സ് പർവ്വതത്തിലാണ്. ഒളിമ്പിക്സിന്റെ ദീപം തെളിയിക്കുന്നത് ഗ്രീസിലെ ഒളിമ്പിക്സ് പർവ്വതത്തിലാണ്. 393 BC-യിൽ ഒളിമ്പിക്സ് നിരോധിച്ചു ആര്? തിയോഡീഷ്യസ് ചക്രവർത്തി. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896 AD-യിലാണ്. 1896 AD-യിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. പ്രാചീന ഗ്രീസിലെ ചിന്തകന്മാരുടെ ചിത്രമുള്ള ഏഥൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേലാണ്. പ്രാചീന ഗ്രീസിലെ ചിന്തകന്മാരുടെ ചിത്രമുള്ള ഏഥൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേലാണ്. ഗ്രീക്ക് ചിന്തകന്മാരുടെ കാലാനുസൃതമായിട്ടുള്ള ക്രമം നോക്കുമ്പോൾ സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ SPA എന്ന് ഓർത്താൽ മതി. ഒരു കൃതി പോലും എഴുതാതെ പ്രസിദ്ധനായ ഗ്രീക്ക് തത്വചിന്തകനാണ് സോക്രട്ടീസ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനയാണ് ചോദ്യരീതി അഥവാ സോക്രാറ്റിക് മെത്തേഡ് എന്നുള്ള രീതി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാന്തിപ്പി. 399 BC-യിൽ വധിക്കപ്പെട്ട തത്വചിന്തകനാണ് അദ്ദേഹം. 399 BC-യിൽ അദ്ദേഹം വധിക്കപ്പെട്ടു. അദ്ദേഹത്തിനെ വധിക്കാൻ ഉപയോഗിച്ച വിഷപദാർത്ഥമാണ് ഹെംലോക്ക്. ഹെംലോക്ക് എന്ന വിഷപദാർത്ഥം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തെ വധിച്ചിട്ടുള്ളത്. ഗുരുവിന് വിഷം നൽകാൻ വിധിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് പ്ലാറ്റോ. 427 to 347 BC വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. പ്ലാറ്റോ സ്ഥാപിച്ച വിദ്യാലയമാണ് അക്കാദമി. പ്ലാറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് റിപ്പബ്ലിക്, സിംബോസിയം എന്നിവ. പ്ലാറ്റോയുടെ യഥാർത്ഥ പേര് അരിസ്റ്റോക്ലിസ് എന്നാണ്. അപ്പോൾ ഗുരുവിന് വിഷം നൽകാൻ വിധിക്കപ്പെട്ട ശിഷ്യനാണ് പ്ലാറ്റോ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അരിസ്റ്റോക്ലിസ് എന്നാണ്. അദ്ദേഹം സ്ഥാപിച്ച വിദ്യാലയമാണ് അക്കാദമി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് റിപ്പബ്ലിക്, സിംബോസിയം എന്നിവ. പ്ലാറ്റോയുടെ പ്രസിദ്ധനായ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. ജ്ഞാനികളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. സഞ്ചരിക്കുന്ന സർവകലാശാല എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഒരു വ്യക്തി പ്രകൃത്യ അവൻ്റേതല്ലെങ്കിൽ അവനൊരു അടിമയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വ്യക്തി പ്രകൃത്യ അവൻ്റേതല്ലെങ്കിൽ അവനൊരു അടിമയാണ് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയമാണ് ലൈസിയം. അരിസ്റ്റോട്ടിലിൻ്റെ ഏറ്റവും പ്രശസ്തനായ ശിഷ്യന് അലക്സാണ്ടർ ആണ്. അരിസ്റ്റോട്ടിലിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അലക്സാണ്ടർ. അപ്പോൾ സോക്രട്ടീസിനെ 399 BC-യിൽ വധിച്ചു. വധിക്കാൻ ഉപയോഗിച്ച വിഷപദാർത്ഥമാണ് ഹെംലോക്ക്. പ്ലാറ്റോ ആണ് അദ്ദേഹത്തെ വധിക്കാൻ വിധിക്കപ്പെട്ട ശിഷ്യൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അരിസ്റ്റോക്ലിസ് ആണ്. പ്ലാറ്റോയുടെ യഥാർത്ഥ പേര് അരിസ്റ്റോക്ലിസ് ആണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തെ സഞ്ചരിക്കുന്ന സർവകലാശാല എന്നും ജ്ഞാനികളുടെ ആചാര്യൻ എന്നും അറിയപ്പെടുന്നു. അരിസ്റ്റോട്ടിലിൻ്റെ ഏറ്റവും പ്രശസ്തനായ ശിഷ്യനാണ് അലക്സാണ്ടർ. ഇനി നമുക്കിവിടെ പറയാനുള്ളത് മസിഡോണിയൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.